ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാം, ഈ വീഡിയോ നമ്മുടെ ഗൈഡ് വാങ്ങിയവർക്കുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബുക്കില്ലാത്തവർക്ക് ഇത് അത്ര ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് അറിയില്ല. കാണേണ്ടവർക്ക് കാണാം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത് ബുക്ക് വാങ്ങിയവർക്കുള്ളതാണ്. ഏതാണ് നമ്മളെ ബുക്ക്? ഇതാണ് ഇൻവെർട്ടർ AC റിപ്പയറിംഗ് ഗൈഡ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിൽ വരുന്ന കുറേ സീക്രട്സ് ഉണ്ട്, അത് പറഞ്ഞുതരാം. ഒരുപാട് പേര് തീരെ പരിചയമില്ലാത്തവർക്ക് വിഷയമല്ല, കുറച്ചൊക്കെ ഇലക്ട്രോണിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്. കാര്യം അവരിന്ന് വരെ ശീലിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് കാണണം, സ്കിമാറ്റിക് കാണണം. സ്കിമാറ്റിക് കണ്ടിട്ട് അതുമായി കമ്പയർ ചെയ്യും, ഒത്തു നോക്കുക. 1K ആണോ, ഇവിടെ 10K ആണോ, ഈ 10Kക്ക് പകരം ഇവിടെ 9K വന്നാൽ പിന്നെ അവിടെ നിന്ന് വിട്ടു, പിന്നെ സർവീസിങ് കഴിഞ്ഞു. അതൊരു തെറ്റായ പഴയ ഓൾഡ് മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ റിപ്പയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസൈനിങ് ഫീൽഡല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മൾട്ടിമീറ്ററാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതുപോലെ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ബോർഡിൻ്റെയും 90% കംപ്ലൈൻറ്റും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അല്ലാതെ CRO വേണം. CRO മീൻസ് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്, അല്ലെങ്കിൽ DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, ഇതൊന്നും പെട്ടെന്നൊന്നും ആവശ്യമില്ല. 90% ഇതുകൊണ്ട് കണ്ടുപിടിക്കുക. വോൾട്ടേജും കറണ്ടും അളക്കാൻ പഠിച്ചാൽ മതി. കണ്ടിന്യൂറ്റി ടെസ്റ്റിങ്ങും ഇതാണ് കോമൺലി വരുന്ന സർവീസിങ് റിപ്പയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻവെർട്ടർ AC. ഞാൻ പറഞ്ഞല്ലോ, ഇൻവെർട്ടർ AC നാട് മുഴുവൻ ഇൻവെർട്ടർ AC ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെർട്ടാണോ, നിങ്ങൾക്ക് ആ ബോർഡ് സർവീസ് ചെയ്യാൻ അറിയുമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഹയറിൻ്റെയോ അല്ലെങ്കിൽ വേറെ വീഡിയോകോണിൻ്റെയോ ഏതെങ്കിലും AC വിൽക്കുന്ന അവരൊരു ടെക്നിക്കൽ സ്ഥാപനത്തിൽ ചെന്ന് നോക്കൂ, എന്തുമാത്രം ഒഴിവാണ് അവിടെ ഉള്ളത്. ഈ ഫീൽഡിൽ ആളെ കിട്ടാനില്ല. അപ്പം മാത്രമല്ല, ലോക്കലി സർവീസ് ചെയ്യുന്നവരൊക്കെ ഒരു ബോർഡിന് തന്നെ 1500-2000 രൂപയാണ് സർവീസ് ചാർജ് വാങ്ങുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 4 ബോർഡ് ചെയ്താൽ പോരെ. അപ്പോൾ അതിനെന്ത് വേണം? പഠിക്കണം, മലയാളത്തിൽ പഠിക്കണം. പഠിക്കണമെങ്കിൽ ഒരു ഇൻവെർട്ടർ ACൻ്റെ 2 സെക്ഷനായിട്ട് നമുക്ക് കാണാം. ഒന്ന് അതിൻ്റെ ഗ്യാസ് ഫില്ലിങ്, കംപ്രസർ, അതിൻ്റെ ഹാർഡ്വെയർ കഴിക്കുന്ന അത് നമ്മൾ ഇലക്ട്രോണിക്സുകാരുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെ സംബന്ധിച്ച് അവിടെ കംപ്രസർ ഓൺ ആയി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോണിക്സ് സെക്ഷനാണ് നമ്മൾ ഇലക്ട്രോണിക്സുകാർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വരുന്ന കംപ്ലയിൻ്റൊക്കെ ഇതിനകത്തേക്ക് എലി കയറുക, അല്ലെങ്കിൽ പല്ലി കയറുക, ബോർഡ് ഷോർട്ടാവുന്നു. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഏതെങ്കിലും ഭാഗമൊക്കെ കരിഞ്ഞു പോകും. അപ്പം ഈ ബുക്ക് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പായി ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്റർ കടയിലോ അല്ലെങ്കിൽ ഇതുപോലെ AC റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് കേടുവന്ന് അഴിച്ചിട്ടുണ്ടാവും. കൺട്രോളറൊക്കെ പോയിട്ട് ഒരു കാരണവശാലും സർവീസ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ 2 ബോർഡ് സംഘടിപ്പിക്കുക, വിത്ത് ഡിസ്പ്ലേ അടക്കം. ഇൻഡോറും ഔട്ട്ഡോറും 2 വാങ്ങുക. ഒന്നും അതിനകത്തൊന്നും തൊടണ്ട. ജസ്റ്റ് പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ പറയുമ്പോൾ അതിലെല്ലാം ഓരോ റെസിസ്റ്റർ പോലും വിടാതെ ഓരോ സെക്ഷനും ഞാൻ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. മെയിൻ കപ്പാസിറ്ററാണ്, അത് നോക്കുക, അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്. ഇങ്ങനെ കണ്ട് ഇതിൻ്റെ മുഴുവൻ പേരുകളൊക്കെ പഠിക്കണം. ഇനി ഇതുപോലെ കണക്റ്റിലേക്കാണ് സെൻസർ ഇങ്ങനെ കുത്തിയിടുന്നത്. സെൻസറിനൊന്നുമില്ല, 2 വയറേ വരും, ട്യൂബ് പോലത്തെ എല്ലാം കൃത്യമായിട്ട് പടം കൊടുത്തിട്ടുണ്ട്. ഓരോ സെൻസറും എത്ര വാല്യൂ ആയിരിക്കും, അതിൻ്റെ ചൂടിൽ എത്രയായിരിക്കും കാണിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് കേടുവരുന്ന AC ഇൻപുട്ട് നോക്കുന്നു. AC 230 വോൾട്ട് ACയിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് അതിനെ DC ആക്കി 12 വോൾട്ട്, 5 വോൾട്ട്, 3 വോൾട്ട്, ഇങ്ങനെ പല വോൾട്ടുകളിലേക്ക് മാറ്റുന്നു. ഇതാണ് അതിൻ്റെ എല്ലാ സർക്യൂട്ട് ബോർഡിലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. TV ആണെങ്കിലും എന്താണെങ്കിലും ഒരു മെയിൻ ഇൻപുട്ട് സെക്ഷൻ വരുന്നു, ഔട്ട്പുട്ട് സെക്ഷൻ വരുന്നു. അപ്പോൾ അവിടെ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരിക. AC കോഡ് എവിടെയെങ്കിലും മുറിഞ്ഞാൽ വർക്ക് ചെയ്യില്ലല്ലോ, അതൊരു കംപ്ലയിൻ്റാണ്. ഫ്യൂസ് പോയാൽ അതൊരു കംപ്ലയിൻ്റാണ്. അതിനൊരു കപ്പാസിറ്റർ എവിടെയെങ്കിലും ഷോർട്ടാണ്, അതൊരു കംപ്ലയിൻ്റാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത്, അതായത് ഇൻപുട്ട് സെക്ഷനിൽ, ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് ആണെങ്കിൽ ഈ 2 പോയിൻറ്റിൽ 230 വോൾട്ട് വരുന്നത് വരെ മൾട്ടിമീറ്റർ കൊണ്ട് ആ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്യാം. സപ്പോസ് ഇവിടെ 230 വരുന്നില്ലെങ്കിൽ പിന്നെ ഇതിന് കംപ്ലയിൻ്റ് അല്ലല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ ഫിൽട്ടർ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെയാണ് ഡയോഡ് വരും. ഡയോഡിൻ്റെ ഇൻപുട്ടിലും 230 ഇത് ഇൻവെർട്ടർ AC ബോർഡല്ല, SMPS ബോർഡല്ല. മിക്കവാറും ഇലക്ട്രോണിക്സിൽ വരുന്ന 99% ബോർഡിൻ്റെയും ഇൻപുട്ട് അവസ്ഥകൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിൻ്റെ ആംബിയറിനും വോൾട്ടേജിനും അനുസരിച്ച് കൊച്ചു മാറ്റങ്ങൾ വരാം, അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസി ആയിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് റിലേ വരണമെന്നില്ല, ഇതിലൊക്കെ റിലേ വരും ഒരു ഓൺ ഓഫ് സർക്യൂട്ടിന്.
പിന്നെ അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താകുന്നു, എ സി നമ്മൾ ഡി സി ആക്കി മാറ്റുന്നു. അതാണ് ഈ സെക്ഷൻ്റെ ഉദ്ദേശം. ഡി സി ആയിക്കഴിഞ്ഞാൽ അവിടെ മെയിൻ കപ്പാസിറ്റർ വരും. ഈ കപ്പാസിറ്ററിൽ വായിച്ച് നോക്കുക, എത്ര വോൾട്ടാണ് എഴുതിയിരിക്കുന്നത്, 380 420 അത്രയും വോൾട്ട് നിങ്ങളതിൻ്റെ 2 ടെർമിനൽ ഡി സി റേഞ്ചിൽ നിന്ന് നടക്കുമ്പോൾ കറക്റ്റ് കാണണം. എങ്കിൽ അത്രയും ഡി സി വരെ പെർഫെക്റ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനിപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് തിയറി ഇതൊന്നും പഠിച്ചല്ല പോകുന്നത്, ഈ വോൾട്ടേജ് മെഷറിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ ഭാഗം അക്യുറേറ്റ് ആണ്, പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ സിസ്റ്റം. പിന്നെ വരുന്ന SMPS ട്രാൻസ്ഫോമറിൻ്റെ സെക്ഷൻ വരുന്നു. SMPS ട്രാൻസ്ഫോമർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് എന്തായിരിക്കും, ഇവിടെ ഓസിലേഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി ഉണ്ടോ അതൊക്കെ കാണണമെങ്കിലാണ് നിങ്ങൾക്ക് CROൻ്റെ ആവശ്യം. ബേസിക്കലി അതിൻ്റെ ആവശ്യം വരുന്നില്ല. ചെറിയ ഡയോഡും മറ്റുമൊക്കെയാണ് നോർമൽ കണ്ടീഷനിൽ പോവുക. അപ്പോൾ ആ ഭാഗം ടെസ്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡറി എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് മിക്കവാറും 99% ബോർഡിനും 12 വോൾട്ട് 5 വോൾട്ട് 3.7 വോൾട്ട് ഇങ്ങനെയുള്ള വ്യത്യസ്ത DC വോൾട്ടായിരുന്നു വരുന്നത്. ആ വോൾട്ടേജൊക്കെ അതിൻ്റെ ടെസ്റ്റിംഗ് പോയിൻറ്റ്സിൽ അവിടെ എഴുതി കാണും. മിക്കവാറും മൾട്ടിമീറ്ററും DC റേഞ്ചിൽ കുറഞ്ഞ റേഞ്ചിൽ നിന്നുകൊണ്ട് അത്രയും വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, SMPS നന്നായി പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ കഴിഞ്ഞു. പിന്നെയാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്, മൈക്രോ കൺട്രോളറിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ഈ DC വരുന്നില്ലെങ്കിൽ, ഇവിടെ AC വരുന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ഇവിടെ ആയിരിക്കും കംപ്ലയിൻറ്റ്. ട്രാൻസ്ഫോമറിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കുറവാണ്. കൊച്ചു കൊച്ചു കപ്പാസിറ്ററുകളൊക്കെ പോകും. അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കും, ടെസ്റ്റ് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി വരുന്നു, ഒരു ഒഴുക്ക് പോലെ മുറിഞ്ഞു പോവാതെ അവിടെ നോക്കുന്നു, അതിൻ്റെ അടുത്ത് നോക്കുന്നു, അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് കിട്ടി, ഇവിടെ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ നടുക്കായിരിക്കും ഇങ്ങനെ ഓരോ സെക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ കാണുന്നത്. പിന്നെ മൈക്രോ കൺട്രോൾ കംപ്ലയിൻറ്റ് വരിക എന്നുള്ളതൊക്കെ വളരെ ചുരുക്കമാണ്. അതൊക്കെ അപൂർവമായിട്ട് മിക്കവാറും പരിചയമില്ലാത്ത ടെക്നീഷ്യൻസ് എടുത്തിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് ചെയ്താണ് മൈക്രോ കൺട്രോൾ പോകുന്നത്. സ്വയമേ മൈക്രോ കൺട്രോൾ പോവുക എന്നുള്ളൊരവസ്ഥ വളരെ വളരെ റെയറാണ്, അങ്ങനെ പോകാറില്ല അത്. ഇനി നമുക്ക് ബുക്കിലേക്ക് നോക്കാം, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ബുക്കിൽ നോക്കാം. ഈ ഒരു പേജ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. എനിക്ക് ആമുഖം എന്ന് പറഞ്ഞ പേജ് വായിച്ചു തരാം. ഇന്നത്തെ കാലത്ത് ഇൻവെർട്ടർ എയർ കണ്ടീഷനുകൾ വീടുകളിലും ഓഫീസുകളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. സാധാരണ AC-കളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻവെർട്ടർ AC-കൾ അത്യാധുനിക ഇലക്ട്രോണിക് നിയന്ത്രണ സംവിധാനങ്ങളും മൈക്രോ കൺട്രോളർ അധിഷ്ഠിത PCB, IPM, FFC, SMS തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടുകൾ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന സങ്കീർണ സംവിധാനങ്ങളാണ്. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നിരവധി ടെക്നീഷ്യന്മാർക്ക് ഇൻവെർട്ടർ AC-യിലെ തകരാറുകൾ കൃത്യമായി കണ്ടെത്തുന്നതിനും PCB തലത്തിലുള്ള റിപ്പയറിംഗ് നടത്തുന്നതിനും ആവശ്യമായ മലയാള റെഫറൻസ് പുസ്തകങ്ങൾ വളരെ കുറവാണ്. ഈ കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും ഉൾപ്പെടുന്ന എല്ലാ പ്രധാന സെക്ഷനുകളും ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്നു. SMPS, PFC, IPM കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്, സെൻസർ സിസ്റ്റം, കംപ്രസർ ഡ്രൈവ് സിസ്റ്റം, പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, എറർ എല്ലാം ഘട്ടം ഘട്ടമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു തിയറി പുസ്തകമല്ല, ഒരു യൂണിവേഴ്സൽ യൂണിറ്റ് ഇൻവെർട്ടർ യൂണിറ്റ് റിപ്പയറിങ്ങിനായി നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എന്തെല്ലാം അളവുകൾ പരിശോധിക്കണം, ഒരു തകരാർ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതുവരെ പ്രായോഗികമായി അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. ഈ പുസ്തകം ഇൻവെർട്ടർ AC റിപ്പയർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക്, ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർക്ക്, ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു റെഫറൻസ് ഗൈഡായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആണ് സ്റ്റാർട്ടിങ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന എന്താണ്, ഉള്ളടക്കമാണ് വരുന്നത്. ഉള്ളടക്കത്തിൽ ഒന്നും ഇൻഡോർ PCBയിലെ SMPS സെക്ഷൻ 230 വോൾട്ട് AC 12 വോൾട്ട് DC ആക്കുന്നു. പരിശോധനകളും തകരാറുകളും. ഏതാണ് പേജ് നമ്പർ, നിങ്ങൾ പേജ് നമ്പർ 7 വരുന്നുണ്ട്, 17 വരുന്നുണ്ട്. ഇങ്ങനെ പോവുക. ഓരോ ഭാഗവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി വിവരിച്ചു തരാം. ഇപ്പോൾ സെൻസറിൻ്റെ കാര്യം എടുക്കാം. നമുക്ക് ജസ്റ്റ് ഓരോ പാരഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങളിപ്പോൾ അവിടെ നോക്കുമല്ലോ. നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോർ യൂണിറ്റ് പ്രവർത്തനം ഘടനയും. ഇൻവെർട്ടർ AC-യിലെ ഇൻഡോർ യൂണിറ്റ് ഉപഭോക്താവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രധാന ഭാഗമാണ്. മുറിയിലെ താപനില അളക്കുക, ഉപഭോക്താവിൻ്റെ കമാൻഡുകൾ സ്വീകരിക്കുക, ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് വിവരങ്ങൾ കൈമാറുക, ബ്ലോവർ ഫാൻ നിയന്ത്രിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ചുമതലകൾ. പല ടെക്നീഷ്യന്മാരും ഔട്ട്ഡോർ യൂണിറ്റാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇൻഡോർ യൂണിറ്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു തകരാറ് പോലും മുഴുവൻ AC-യുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമാകും. ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു AC-നെ സംബന്ധിച്ച് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് തലച്ചോറ് ഇൻഡോർ യൂണിറ്റ് ആയിരിക്കും എപ്പോഴും. ഔട്ട്ഡോർ യൂണിറ്റ് ഒരു വർക്കറാണ്, ജോലിക്കാരനാണ്.
ഇവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇവൻ്റെ ജോലി എന്താണ്? ഒരു യൂസർ, അതിൻ്റെ ഓണർ വന്നു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് ആദ്യം റിമോട്ട് എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് എത്ര ഡിഗ്രി വേണമെന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തുള്ള സെൻസർ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ഇപ്പോൾ എത്രയാണോ ഇവിടുത്തെ ചൂട് അത് പരിശോധിക്കുന്നു. യൂസർ സെറ്റ് ചെയ്തതിനേക്കാൾ ചൂട് കൂടുതലാണെങ്കിൽ ഉടൻ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് കമാൻഡ് കൊടുത്ത് കംപ്രസർ ഓൺ ചെയ്യുന്നു, ഹൈ സ്പീഡ് കൊടുക്കുന്നു. അപ്പോൾ കൂളിംഗ് എന്ന പ്രക്രിയ ആരംഭിക്കുന്നു. അങ്ങനെ കൂളിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഓരോ മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡിലോ ഡിപ്പെൻസ്, അതിങ്ങനെ സെൻസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഇവിടെ ഈ ഉദ്ദേശിച്ച വോൾട്ടേജ് എത്തുക അപ്പോൾ ഉടൻ തന്നെ ഓഫ് ചെയ്യാൻ കമാൻഡ് കൊടുക്കുന്നു, അത് ഓഫ് ചെയ്യുന്നു. ഓഫല്ല, സ്ലോ മോഡിലേക്ക് പോകും. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തകരാറ് വന്നാൽ പോലും ഒരു സെൻസറിൽ, ഇപ്പോൾ 4 സെൻസറാണ് ബേസിക്കലി വരുന്നത്. സെൻസറിൻ്റെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വന്നാലും അത് എററായിട്ട് കാണിക്കും. അപ്പോൾ എറർ കോഡ് കാണിക്കും, വർക്ക് ചെയ്യില്ല. മിക്കവാറും സെൻസറിൻ്റെ കംപ്ലയിൻ്റാണ് അധികം വരുന്നത്. ഇനി സെൻസർ എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10K എന്നൊരു ബേസിക് വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആരിടന്നാലും കൃത്യം 10K കിട്ടില്ല. കാര്യം ഇത് ചൂടിനെ ആശ്രയിച്ച് വർക്ക് ചെയ്യുന്ന സെൻസറാണ്. ഇവിടെ ഇപ്പോൾ ഒരു 10K കേരളത്തിലൊരു സ്ഥലത്തിന് ജില്ലയിലും താഴെ ഉയരം കുറഞ്ഞ സ്ഥലത്ത് കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ വയനാട് പോലുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതേ സെൻസറിൽ നിന്ന് ചിലപ്പോൾ അത് 9K അല്ലെങ്കിൽ 5K ആയിരിക്കും കാണിക്കുക. അതുകൊണ്ട് അതതിൻ്റെ ഒരു മാനദണ്ഡമല്ല. ബേസ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നാൽ ടെസ്റ്റിംഗ് പ്രോബിൽ, മൾട്ടിമീറ്ററിൻ്റെ ടെസ്റ്റിംഗ് പ്രോബിൽ എപ്പോഴും 2 ക്ലിപ്പ് കൊടുക്കുക. സെൻസറിൻ്റെ 2 അറ്റം ക്ലിപ്പിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് റീഡിങ് നോക്കുക. അപ്പോൾ പ്രസൻറ്റ് കാണിക്കുന്നത് എത്രയാണ്. ഏത് സെൻസറും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. സോൾഡറിങ് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്യുക സെൻസറിൻ്റെ മുകളിൽ, അടുത്ത് പിടിച്ചാൽ തന്നെ മതി. അപ്പോഴേക്കും ഇതിൻ്റെ ഡിഫറൻസ്, ഇതിൻ്റെ വേരിയേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ കാണാൻ കഴിയും. അത് ഓരോ സെൻസറും എത്ര ഡിഗ്രിയിൽ എത്ര കൂടും എത്ര കുറയും എന്ന് കൃത്യമായ ചാർട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട. ഈ ചാർട്ട് എടുത്ത് വെച്ചിട്ട് ആ ഏത് സെൻസറാണോ അതിവിടെ റെഡി ആയിരിക്കും. അത് നോക്കിയാൽ ഈക്വലൻ്റായി. ഇനി ഇതിന് പകരം ഐസ് വാട്ടർ, സോൾഡറിങ്ങിന് വെച്ച സ്ഥാനത്ത് കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കുക, അല്ലെങ്കിൽ ഐസ് വാട്ടറിലേക്ക് മുക്കി പിടിക്കുക സെൻസർ. അപ്പോൾ ഉടൻ തന്നെ വേരിയേഷൻ വരും. ഇങ്ങനെ ചൂടിലും തണുപ്പിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ആ സെൻസർ ഓക്കെയാണ്. പിന്നെ അതിന് മൾട്ടിമീറ്റർ മാത്രം മതി. അത് വേരിയേഷൻ ഇല്ലെങ്കിൽ ആ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് AC വർക്ക് ചെയ്യാത്തത്. പകരം അതേ സെൻസർ വാങ്ങുന്നു, ക്ലിപ്പിലേക്ക് സോൾഡറിങ്ങാൻ പോലും വേണ്ട, ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി. ഫിറ്റ് ചെയ്താൽ AC വർക്ക് ചെയ്യും. ഇനി സെൻസറിൻ്റെ ചാർട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. എങ്ങനെ എത്രത്തോളം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. സെൻസറിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടെങ്കിൽ ചാർട്ട് എങ്ങനെ എടുക്കും? ഇവിടെ പോകുന്നു. എത്രയാണ് സെൻസറിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്? പേജ് നമ്പർ 72 വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ പേജ് നമ്പർ 72 പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നു, നോക്കുക, വായിക്കുക. അതിനകത്തേക്ക് വായിച്ചാൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ ഏകദേശ റെസിസ്റ്റൻസ് 10 ഡിഗ്രി മുതൽ 10 ഡിഗ്രിയാണ് ചൂടെങ്കിൽ, അന്തരീക്ഷമാണെങ്കിൽ 58K മുതൽ 65 കിലോ ഓംസ് വരെ കാണിക്കും. അതാണ് ആ സെൻസറിൻ്റെ ചെറിയ വേരിയേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. 0 ഡിഗ്രി അഥവാ ഫ്രിഡ്ജിലൊക്കെ വരുന്ന ആ ഒരു റേഞ്ച് ആണെങ്കിൽ 32 കിലോ ഓംസ് മുതൽ 35 കിലോ ഓംസ് വരെ വരും. ഇങ്ങനെ ഓരോ ഡിഗ്രി ചൂടിലും ഉണ്ടാകുന്ന അളവ് പോലും കൃത്യമായിട്ട് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് സെൻസറാണോ അതളന്ന് അതിൻ്റെ ടെമ്പറേച്ചർ, ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവാണെങ്കിൽ അതിലെത്ര വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ് ടെസ്റ്റ് നടത്താം. അപ്പോൾ 70 ഡിഗ്രി ആണെങ്കിൽ സെൻറ്റിഗ്രേഡ് 1K to 1.5K വരെ കാണിക്കും. പിന്നെ പോലെ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ 300 ഓംസ് മുതൽ 500 ഓംസ് വരെ ചൂട് കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. NTC അത് മെയിനകത്ത് മനസ്സിലാക്കുക. കുറയുമോ കൂടുമോ ഓരോന്നും സബ് ഹെഡിങ് ഒക്കെ നിങ്ങൾക്ക് ഒരു പിൻ പോയിൻ്റ് വരെ പരിശോധിക്കാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇനി ഇതിനേക്കാളുപരി ഈ എല്ലാവരും ഈ ബുക്കൊക്കെ വാങ്ങിയിരിക്കുന്നത് ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് തരിക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഇപ്പം ഈ ചാനൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്ന് വേണം ഡെയിലി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. എന്തിനാണ്? ഈ കമൻറ്റ് ബോക്സിലെ എല്ലാ കമൻറ്റുകളും ക്രോഡീകരിച്ച് വീക്ക്ലി ഓർ മന്ത്ലി നിങ്ങൾക്ക് അതിൻ്റെ എഡീഷണൽ വീഡിയോസും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിരും. ഓരോ ഭാഗങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വേണമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളുടെയും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താണ്, ആ സംശയങ്ങൾ വരണം. അപ്പോൾ സമാന ചിന്താഗതിയുള്ള സംശയങ്ങൾ ഒരുപാട് വരുമ്പോൾ ആണ് ചെയ്യുന്നത്. ഇനി ഒരാളൊരു സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ സംശയം നിങ്ങൾ കോട്ട് ചെയ്യേണ്ട. അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വ്യത്യാസമുള്ള ഒരു സംശയം വരികയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതെല്ലാം കൂടി നോക്കിക്കൊണ്ട് എനിക്ക് ഒരു നല്ലൊരു മറുപടി നിങ്ങൾക്ക് തരാം. എന്തായാലും ഈ ഫീൽഡിൽ വളരെയധികം പഠിച്ച് വിജയിച്ച് നിങ്ങളെല്ലാം നല്ല ടെക്നീഷ്യന്മാരാവട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.